എന്റെ പിതാവ് ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. ജീവിതത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ജീവിച്ച ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു. ദിവസങ്ങളും മാസങ്ങളായി ഉറങ്ങി. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്നത് പാപമാണ്. ഈ പാപത്തിനൊരു പരിഹാരം മനുഷ്യന് ആവശ്യമാണ്. മനുഷ്യൻ പാപിയായതുകൊണ്ട് പാപത്തിന് പരിഹാരം വരുത്താൻ മനുഷ്യന് കഴിയത്തില്ല. റോമാലേഖനം 5-ാം അധ്യായത്തിൽ ഇപ്രകാരം വിളിച്ചു പറയുന്നു: മനുഷ്യൻ അബദ്ധനാണ്, മനുഷ്യൻ പാപിയാണ്, മനുഷ്യൻ ദൈവത്തിന് ശത്രുവാണ്, മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നവനാണ്, മനുഷ്യൻ ബലഹീനനാണ്. ഈ വിധ മനുഷ്യന് സ്വന്തമായിട്ട് പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ പറ്റത്തില്ല. നമുക്ക് ആർക്കും തിന്മയോട് ആഗ്രഹമില്ല. പക്ഷേ മനുഷ്യൻ തിന്മ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യൻ തിന്മ ചെയ്യുന്നത്? മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഒരു പാപമുണ്ട്, പിശാചിന്റെ പ്രവർത്തനങ്ങളുണ്ട്. ആ തിന്മയിൽ നിന്ന് രക്ഷ നേടുവാൻ, ആ തിന്മയിൽ നിന്ന് വിടുവിക്കുവാനായിട്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. എന്താണ് പിശാചിന്റെ പ്രവൃത്തി? കൊലപാതകത്തിലേക്ക്, മദ്യപാനത്തിലേക്ക്, ഹല്ലേലൂയ,